എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ വിബി അരുൺ. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഈ ദിവ്യമായ വാക്കുകൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ആകർഷിക്കാൻ പറ്റുന്നതാണ്. ഒരു അതീവ രഹസ്യമായ 3 ദിവ്യമായ വാക്കുകളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. യൂണിവേഴ്സിൻ്റെ 3 ദിവ്യമായ വാക്കുകൾ. നിങ്ങളിത് ഈ വീഡിയോ പൂർണ്ണമായും കാണുക. നിങ്ങൾക്ക് ഈ വീഡിയോ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് എന്ന് വിശ്വസിക്കുക. യൂണിവേഴ്സൽ ബ്ലെസ്സിങ്സ് ഉള്ളവർക്ക് മാത്രമേ ഈ വീഡിയോ മുഴുവനായിട്ടും കാണാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം, പണം, സ്നേഹം, ആരോഗ്യം, സന്തോഷം, ഇതെല്ലാം നിങ്ങൾക്ക് തന്നെ കിട്ടാറുണ്ടോ? നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? നിങ്ങൾ വിചാരിക്കും, എന്തുകൊണ്ട് ചിലർ എളുപ്പത്തിൽ ആകർഷിക്കുന്നു? ഇതേ ശ്രമങ്ങൾ മറ്റുള്ളവർ ചെയ്തിട്ട് എന്തുകൊണ്ട് ലഭിക്കുന്നില്ല? അല്ലെ, ചിലർക്ക് ഒത്തിരി ഉണ്ടാവുന്നു, ചിലർക്കൊന്നുമില്ല. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് എന്ന് എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം എന്തുകൊണ്ടാണെന്ന് ഞാൻ ഇനി പറയാം. കാരണം അവർ ശബ്ദത്തിൻ്റെ ശക്തി മനസ്സിലാക്കിയിട്ടില്ല. വാക്കുകൾ എനർജിയാണ് യൂണിവേഴ്സിലേക്ക് പോകുമ്പോൾ അത് സൃഷ്ടിക്കപ്പെടുന്നത്. ഇന്ന് ഞാൻ പറയുന്ന ഈ 3 യൂണിവേഴ്സിൻ്റെ ദിവ്യമായ വാക്കുകൾ നിങ്ങളുടെ വൈബ്രേഷൻ തന്നെ മാറ്റും. നിങ്ങൾ യൂണിവേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്യുന്നതാണ്. ഈ 3 വാക്കുകൾ കൊണ്ട് നമുക്ക് യൂണിവേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും. അവ പറയുമ്പോൾ നമ്മുടെ മനസ്സും ശരീരവും ആത്മാവും എല്ലാം അലൈൻമെൻറ്റിലാവും. ഈ 3 വാക്കുകൾ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളുടെ എനർജി ഫീൽഡ് മാറ്റാൻ കഴിയും. അവ എന്തെന്നറിയാൻ നിങ്ങൾ അവസാനം വരെ ഈ വീഡിയോ കേൾക്കുക. ഓക്കെ, ആദ്യമായി ഞാൻ പറയുന്നത്, എനർജി എവിടെയുമുണ്ട്. ക്വാണ്ടം ഫീൽഡിൽ എല്ലാം വൈബ്രേഷനാണ്. തോട്ട്സ് ആർ ദ ഇലക്ട്രിക്കൽ ചാർജ് ഇൻ ദ ക്വാണ്ടം ഫീൽഡ്. ഫീൽസ് ആർ ദ മാഗ്നറ്റിക് ചാർജ്. എന്തെന്നാൽ നിങ്ങളുടെ ചിന്തകളാണ് സിഗ്നൽസ് അയക്കുന്നത്. നിങ്ങളുടെ വികാരങ്ങൾ സിഗ്നലെ സ്വീകരിക്കുന്നു. നിങ്ങൾ പറയുന്ന ഓരോ വാക്കും ഒരു വൈബ്രേഷനാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് നെഗറ്റീവ് വേർഡ്സ് പറയുമ്പോൾ നിങ്ങളുടെ ഫ്രീക്വൻസി താഴേക്ക് പോകും. പക്ഷെ 3 ഡിവൈൻ വേർഡ്സ്, അതായത് ദിവ്യമായ വാക്കുകൾ, യൂണിവേഴ്സിൻ്റെ 3 ദിവ്യമായ വാക്കുകൾ പറഞ്ഞാൽ നിങ്ങളുടെ മൈൻഡ് റീവയേർഡ് ആവും. ഫ്രീക്വൻസി ഉയരും. യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ വരും. ആ 3 ഡിവൈൻ വേർഡ്സ്, അതായത് ദിവ്യമായ വാക്കുകൾ എന്താണെന്ന് നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എസ് എന്ന് ടൈപ്പ് ചെയ്യൂ. അതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. യൂണിവേഴ്സിൻ്റെ 3 ദിവ്യമായ വാക്കുകളെ കുറിച്ചിട്ടാണ്. ഒന്നാമത്തെ വേർഡാണ്, ശരിക്കും ശ്രദ്ധിച്ചോളൂ, താങ്ക് യു, നന്ദി. യൂണിവേഴ്സ് നിങ്ങൾക്കൊപ്പമുണ്ടെന്ന് സമ്മതിക്കാനുള്ള ആദ്യ പടി എന്ന് പറഞ്ഞാൽ ഗ്രാറ്റിറ്റ്യൂഡാണ്. താങ്ക് യു പറയുമ്പോൾ നിങ്ങളുടെ എനർജീനെ സ്വീകരിക്കുന്ന മോഡിലേക്ക് പോകുന്നു. പലരും ചോദിക്കും, എന്തിനു നന്ദി പറയണം, എനിക്കൊന്നും കിട്ടില്ലല്ലോ എന്ന്. പക്ഷെ ഗ്രാറ്റിറ്റ്യൂഡ് അർത്ഥം നിങ്ങൾക്ക് കിട്ടുമെന്ന വിശ്വാസമാണ്. ആ വിശ്വാസം തന്നെ റിയാലിറ്റി ആക്കുന്നു. അപ്പം എന്തിനും ഏതിനും നമ്മൾ താങ്ക് യു പറയാൻ ശീലിക്കുക. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. അടുത്ത വേർഡ് 2 ആണ്. ദിവ്യമായ ആ ഒരു വാക്ക് 2, രണ്ടാമത്തെ വാക്ക് ഏതാണെന്ന് കേട്ടോളൂ. ഐ ആം, ഞാൻ തന്നെയാണ്. ഐ ആം എന്നത് ക്രിയേഷൻ്റെ മുഖ്യ വൈബ്രേഷനാണ്. നിങ്ങൾ പറയുമ്പോൾ ഐ ആം അബൻഡൻറ്റ്, യൂണിവേഴ്സ് അതിനെ ട്രൂ ആക്കുന്നു. ഐ ആം അബൻഡൻറ്റ്, ഐ ആം ഹാപ്പി, അങ്ങനെയൊക്കെ പറയുമ്പം യൂണിവേഴ്സ് എന്താ ചെയ്യുന്നത്? അതിനെ ട്രൂ ആക്കുന്നു. കാരണം യൂണിവേഴ്സ് എപ്പോഴും നിങ്ങളുടെ സെൽഫ് ഡെഫിനിഷനെ പിന്തുടരുന്നു. ഐ ആം പുവർ എന്ന് പറഞ്ഞാൽ അത് റിയാലിറ്റി ആവും, നിങ്ങൾ പാവപ്പെട്ടവനാവും. ഐ ആം പവർഫുൾ എന്ന് പറഞ്ഞാൽ അതും റിയാലിറ്റി ആവും, നിങ്ങൾ നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരാളായി മാറും. അതിനാൽ ഇന്നു മുതൽ നിങ്ങൾ പറഞ്ഞുകൊള്ളുക, ഐ ആം ബ്ലെസ്ഡ്, ഐ ആം ലൗഡ്, ഐ ആം സക്സസ്ഫുൾ, ഐ ആം പവർഫുൾ എന്നൊക്കെ നിങ്ങൾ ഇന്ന് പറയുക. നിങ്ങൾ ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. യൂണിവേഴ്സിലേക്ക് ഡിക്ലറേഷൻ ചെയ്യുക. യൂണിവേഴ്സ് കേൾക്കട്ടെ. ഐ ആം ബ്ലെസ്ഡ്, ഐ ആം ലൗഡ്, ഐ ആം സക്സസ്ഫുൾ. അടുത്തത് നമ്മുടെ യൂണിവേഴ്സിൻ്റെ 3ാമത്തെ ദിവ്യമായ വാക്കാണ്. എന്താണെന്ന് ശ്രദ്ധിക്കാം. ലെറ്റ് ഇറ്റ് ബി. അതിനെ വിടൂ. യൂണിവേഴ്സിലേക്ക് വിട്ടുകൊടുക്കൂ.
നിങ്ങൾ ആഗ്രഹിച്ചതിന് ശേഷം അതിനെ പിടിച്ചു വെക്കരുത്, ഡിറ്റാച്ച് ചെയ്യണം. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ആഗ്രഹം നമുക്ക് തോന്നുകയാണെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യുക, അതിനുവേണ്ടി ആഗ്രഹിക്കുക, എഴുതുക, വിഷ്വലൈസേഷൻ ചെയ്യുക. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് യൂണിവേഴ്സിലേക്ക് വിട്ടുകൊടുക്കുക. ഓക്കെ, പിന്നെ നമ്മൾ അതിനങ്ങ് മറക്കുക. നമ്മൾ യൂണിവേഴ്സിന് സറണ്ടർ ചെയ്യാണ്. ലെറ്റ് ഇറ്റ് ബി എന്നത് സറണ്ടർ വൈബ്രേഷനാണ്. യൂണിവേഴ്സിൽ വിശ്വാസം ഉണ്ടാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതിനെ നമ്മൾ യൂണിവേഴ്സിന് മുന്നിൽ കീഴടങ്ങുക, നമ്മൾ അതിൽ സമർപ്പിക്കുകയാണ്, അതിന് വിട്ടുകളഞ്ഞു. യൂണിവേഴ്സിൽ വിശ്വാസം വരുമ്പോൾ നമ്മൾ യൂണിവേഴ്സിന് നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങളിൽ കൂടുതൽ നമ്മളുടെ എനർജിയുമായിട്ട് മാച്ച് ആവുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. ശരിക്കും മനസ്സിലാക്കുക. ഓക്കെ, അപ്പം ഈ 3 വേർഡ്, ഈ ദിവ്യമായ 3 വേർഡുകൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. ഒന്നാമത്തെ വേർഡ് എന്താണ്? താങ്ക് യു. രണ്ടാമത്തേത് ഐ ആം. മൂന്നാമത്തേതാണ് ലെറ്റ് ഇറ്റ് ബി. ഓക്കെ, ഇനി നമുക്ക് അതിനെക്കുറിച്ചൊരു വിഷ്വലൈസേഷൻ ചെയ്യാം. ഗൈഡഡ് വിഷ്വലൈസേഷൻ മെഡിറ്റേഷനാണ്. എല്ലാവരും കണ്ണുകൾ അടയ്ക്കുക, ആഴത്തിൽ ശ്വാസം എടുക്കുക, ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, പുറത്തേക്ക് വിടുക, വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, പുറത്തേക്ക് വിടുക. എന്നിട്ട് നിങ്ങളുടെ മുന്നിൽ ഒരു വെളുത്ത പ്രകാശം നിറഞ്ഞ യൂണിവേഴ്സിനെ കാണുക. ആ വെളിച്ചത്തിൽ നിങ്ങൾ ഇരിക്കുന്നതായിട്ട് സങ്കല്പിക്കുക. ആ പ്രകാശത്തിൽ നിന്ന് ഒരു ശബ്ദം നിങ്ങൾ കേൾക്കുന്നതായി നിങ്ങൾ സങ്കല്പിക്കുക. യു ആർ ലൗഡ്, യു ആർ പവർഫുൾ, യു ആർ ഡിവൈൻ എന്നിങ്ങനെ ആ പ്രകാശത്തിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുന്നതായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക. യു ആർ ലൗഡ്, യു ആർ പവർഫുൾ, യു ആർ ഡിവൈൻ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിൽ ആവർത്തിക്കുക. താങ്ക് യു, ഐ ആം, ലെറ്റ് ഇറ്റ് ബി. താങ്ക് യു, ഐ ആം, ലെറ്റ് ഇറ്റ് ബി. താങ്ക് യു, ഐ ആം, ലെറ്റ് ഇറ്റ് ബി. ഓരോ വാക്കും പറയുമ്പോൾ നിങ്ങളുടെ ഹൃദയം പ്രകാശിക്കുന്നു, നിങ്ങളുടെ ശരീരത്തിലേക്ക് എനർജി ഒഴുകുന്നു, നിങ്ങൾ യൂണിവേഴ്സിൻ്റെ ഭാഗമാകുന്നു. ഈ ഓരോ വാക്കും പറയുമ്പോൾ നമ്മുടെ ഹൃദയം പ്രകാശിക്കുന്നതായി കാണുക, നമ്മുടെ ശരീരത്തിലേക്ക് എനർജി ഒഴുകുന്നതായി കാണുക, നിങ്ങൾ യൂണിവേഴ്സിൻ്റെ ഭാഗമാകുന്നതായി കാണുക. ഈ 3 വാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കൂ. 21 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് പറയുക. പ്രതിദിനം രാവിലെയും ഉറങ്ങുന്നതിന് മുമ്പും പറയുക. ഒന്നുകിൽ രാവിലെ വെളുപ്പിനെ എണീറ്റിട്ട് പറയുക, അല്ലെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് കാണാൻ കഴിയും, നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകുന്നു, നിങ്ങളുടെ എനർജി മാറുന്നു, നിങ്ങളുടെ ഉള്ളിൽ പോസിറ്റീവ് എനർജി നിറയുന്നു, നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും എല്ലാം യാഥാർത്ഥ്യമാകുന്നു എന്നൊക്കെ നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയും. വിശ്വസിച്ചുകൊണ്ട് ചെയ്യുക. ഇന്നു മുതൽ നിങ്ങൾ ഈ വാക്കുകൾ ശ്രദ്ധിച്ചുപയോഗിക്കണം. കാരണം നിങ്ങളുടെ ഈ വാക്കുകൾ തന്നെയാണ് നിങ്ങളുടെ ഭാവി. യൂണിവേഴ്സ് എപ്പോഴും നമ്മളെ കേൾക്കുന്നുണ്ട്. നിങ്ങൾ പറയുന്ന തോട്ട്, നിങ്ങൾ പറയുന്ന ഫീലിംഗ്, നിങ്ങൾ പറയുന്ന വേർഡ് എല്ലാം യൂണിവേഴ്സ് കേൾക്കുന്നുണ്ട്. ഈ 3 വാക്കുകൾ മറക്കരുതേ. താങ്ക് യു, ഐ ആം, ലെറ്റ് ഇറ്റ് ബി. ഇങ്ങനെ 21 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഈ വാക്കുകൾ പറയുക. ഈ വാക്കുകളെ ആവർത്തിക്കൂ. ദിവ്യമായ വാക്കുകൾ അനുഭവിക്കൂ, വിശ്വസിക്കൂ. യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ പ്രവർത്തിക്കും. നിങ്ങളുടെ വാക്കുകൾ ദൈവീകമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലോകം തന്നെ മാറ്റാൻ കഴിയും. പുതിയൊരു ലോകം സൃഷ്ടിക്കാൻ സാധിക്കും. കീപ് ഗോയിങ്, ട്രസ്റ്റ് ദ യൂണിവേഴ്സ്. താങ്ക് യു യൂണിവേഴ്സ്.